നമുക്ക് തുടങ്ങാം. ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ബാലൻസ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നാളെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കിയിരുന്നു. അതായത് AI ഉപയോഗിച്ച് എങ്ങനെ പണം സമ്പാദിക്കാം, നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. നമുക്ക് എന്താ പറയാ, ഇന്നലെ നമ്മളത് നോക്കിയിരുന്നു. വേഡില് നമ്മള് എങ്ങനെ AI ക്ലബ് ചെയ്യാൻ നമ്മൾ നോക്കിയിരുന്നു. പക്ഷെ അതങ്ങോട്ടൊരു പൂർണ്ണ സക്സസ് ആയില്ല. കാരണം അത് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സിന് നമുക്ക് ക്ലിയർ ചെയ്ത് തരണം. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ എന്റെ ജിമെയിൽ അക്കൗണ്ട് ആണ്. ഇവിടെ AI ഇൻഡെക്റ്റഡ് ആണ്. നമ്മൾ നമ്മൾ മുമ്പ് ഒരിക്കലും നോക്കിയിരുന്നതാണ്. ഈ ഒരു മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് യുവർ റിപ്ലൈ ടു ജനറേറ്റ് വിത്ത് AI കേസ് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഷോർട്ടൻ ചെയ്യാം. അല്ല, ഇത് AI സെറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇത് ജിമെയിലില് ഇതിപ്പോ ഗൂഗിളിന്റെ സൈറ്റില് ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതെ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പൊ. അതെ നേരത്തെ. പക്ഷെ മറ്റൊരു ജിമെയിൽ എടുത്താൽ അതിലില്ല. അതിപ്പോ എനിക്ക് തോന്നുന്നു വാട്സാപ്പിൽ ChatGPT വന്ന പോലെയാണ്. അങ്ങനെ വന്നിട്ടുള്ളതാണ്. ഇതിലില്ല. ഈ മെയിൽ ID ഇല്ല. മറ്റേത് പഴയതാണ്. അതിൽ വന്നിട്ടുണ്ട്. ഉദ്ദേശിച്ചത് ഇതേപോലെ നമുക്ക് വേഡിലും എക്സലിലും കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. മറ്റേ നമ്മളൊരു പ്ലഗിൻ പോലെ നമ്മളത് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടില്ല. അത് നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ടാവും. അതേപോലെ നമുക്ക് പിന്നെ ghostwriter.com എന്ന് പറയുന്ന സൈറ്റ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ GPT-0 അത് മറ്റൊരു സൈറ്റാണ്. മൈക്രോസോഫ്റ്റ് നമ്മൾ പ്ലഗിൻ ചെയ്യുന്നതാണ്. അതുപോലെ സ്പെൽ ബുക്ക് മറ്റൊരു ഓപ്ഷനാണ്. സ്പെൽ ബുക്ക് ഫ്രീ ആണെന്ന് പറയുന്നത് മറ്റേ GPT ഇൻക്ലൂഡഡ് ആണ്. സ്പെൽ ബുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ. ഇവിടെ ഒന്നിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇത് കിട്ടുന്നുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കിട്ടുന്നുണ്ട് വേഡില്. കഴിഞ്ഞാൽ കാണിച്ചു. ഇതായിരുന്നു ഉപയോഗിച്ചിരുന്നു. ഇവിടെ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്തു. പക്ഷെ GPT-4o സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വേഡിലെ ഒരു പ്ലഗിൻ മോഡലാണ്. GPT-4.4o സപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കൊടുത്തിരിക്കുന്നതിനെ നമുക്ക്
ഒന്ന് ഷോർട്ടൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് ക്ലിയർ ആയില്ല. ഞാൻ കൊടുത്തതിന്റെ പ്രോംപ്റ്റിന്റെ കുഴപ്പമാവാം. നമ്മൾ ChatGPT ചെയ്ത പോലെ തന്നെ ടെസ്റ്റ് ഔട്ട് ഇങ്ങനെ ആൻസർ കിട്ടുന്നുണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ വേർഡിലുള്ള ഈ പിന്നെ നമ്മുടെ ഡോക്യുമെന്റ്സിനെ നമുക്ക് ഷോർട്ടൻ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ സമ്മറൈസ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഞാൻ ആദ്യം നോക്കിയിട്ട് നടന്നില്ല. ഈ മാത്രമേ നമുക്ക് AI-യുടെ പ്രയോജനം കിട്ടുള്ളൂ. സമ്മറൈസ് ഇത് അപ്ഡേറ്റ് ആവണമെങ്കിൽ വേർഡിന്റെ എക്സലിനും ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ വേണോ അതോ പഴയതിനും ആവുമോ? വേർഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ വേണ്ടി വരും. നമ്മൾ ഇന്നലെ നോക്കിയിരുന്നല്ലോ, ലേറ്റസ്റ്റ് വേർഷൻ വേണ്ടി വരും. ഇതിപ്പോ 365 ആണെങ്കിൽ ചിലപ്പോ ഇതിനേക്കാളും നന്ന 365 ഉണ്ട്, പക്ഷെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. 365 ആഡ് ഓൺ ആണ്. ഇതുണ്ടോ ഇവിടെ ഫ്രീ ട്രയൽ കഴിയും. മറ്റേ GPT-യുടെ പോലെ തന്നെ ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ Gmail കണ്ടതുപോലെ ഉള്ള കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത് തന്നെ നമുക്ക് എക്സലിലുണ്ട്. ഈ ആഡിങ്സ് എന്ന് പറയുന്നതാണ് GPT-4 അതേപോലെ തന്നെ ആഡ് ഓൺ ചെയ്തിട്ട് ചെയ്യും. ഇവിടെയും അതിന്റെ ടൈം കഴിയും. ഞാൻ ചെയ്ത് നോക്കിയിരുന്നു, അതുകൊണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഇന്നലെ നോക്കിയതാണ്. ഈ കൊടുത്തിരിക്കുന്നതിന്റെ നമുക്ക് പിന്നെ സമ്മോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് നോക്കിയിട്ട് നടന്നില്ല. അത് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. പ്രൊഫസർ സാറിന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതായത് എക്സലില് നമ്മുടെ ഷോർട്ട് കട്ടുകൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? വിൻഡോസ് 7 ആണ്. വിൻഡോസ് 7 ആണല്ലേ. അപ്പൊ അത് അതിൽ വർക്ക് ചെയ്യുമോ എന്നുള്ളത് നോക്കണം. ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റും. ശരിക്കും പിന്നെ സിൻഡോയാണ് ചോദിച്ചത്. സിൻഡോയ്ക്ക് എന്തോന്റെ മരണമെന്നാണ് പറയുന്നത്. യൂസ് ചെയ്യാത്തവർക്ക് ഇത് ബോറിംഗ് ആവും. പക്ഷെ ഇത് കാലഘട്ടത്തിൽ നമുക്കിപ്പോ പ്ലഗിൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയല്ലേ പറ്റൂ. കഴിഞ്ഞ ദിവസം അത് തന്നെ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, മണി മേക്കിങ്ങിന് സാധിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചില
മെത്തേഡുകളാണ് AI പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടൂളുകളോ സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ പറയുന്നത് ഡെവലപ്പ് ആൻഡ് സെൽഫ് പ്രീ ട്രെയിൻഡ് AI മോഡൽ ഓർ അൽഗോരിതം ഫോർ സ്പെസിഫിക് ടാസ്ക് ലൈക്ക് ഇമേജ് റെക്കഗ്നിഷൻ, അങ്ങനെയുള്ളത് നമുക്ക് ചെയ്യാം. അത് ടെക്നിക്കലാണ്. AI സർവീസ് കൺസൾട്ടിങ് ചെയ്യാം, ഇ-കൊമേഴ്സിൽ ഉപയോഗിക്കാം, ഫിനാൻസിൽ അൽഗോരിതം വെച്ച് ട്രേഡിങ് നമുക്ക് ഷെയർ മാർക്കറ്റിൽ ഉപയോഗിക്കാവുന്നതാണ് പറയുന്നത്. റിസ്ക് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. SEO ടൂൾസ്, അതായത് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗായിട്ട് ബന്ധപ്പെട്ട AI ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. ഡേറ്റ ലെവൽ, ഡേറ്റ മാർക്കറ്റ് പ്ലേസ്, AI ഇൻ ഹെൽത്ത് കെയർ നമ്മൾ പറഞ്ഞിരുന്നു. പേഴ്സണൽ ഹെൽത്ത് അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം, എഡ്യൂക്കേഷൻ പർപ്പസിൽ ഉപയോഗിക്കാം. AI ട്യൂട്ടേഴ്സ്, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്യൂട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പേറ്റന്റ് അങ്ങനെയുള്ള വിഭാഗങ്ങൾ ഉപയോഗിക്കാം. ഫ്രീലാൻസിങ്ങിന്, പിന്നെ ഇൻവെസ്റ്റിങ്. ഇത് ഞാൻ പിന്നെ നമ്മുടെ നേരത്തെ കാണിച്ച വേഡിന്റെ പ്ലഗിൻ ഇല്ലേ, അത് ഉപയോഗിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നമുക്ക് ഇൻവെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് AI സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയും. സെയിം ഈ ഇത്രയും കൊടുത്തിരിക്കുന്നു. ഇത് നമ്മൾ വേഡില് ക്രിയേറ്റ് ചെയ്തതാണ്, പ്ലഗിൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തത്. അതിന്റെ തന്നെ ഞാൻ പിന്നെ ചോദിച്ചത് പിന്നെ ടൂളുകൾ ഏതൊക്കെയാണെന്ന്. അതേപോലെ നമ്മൾ ഇത് പറഞ്ഞു, എന്താ പറയാ, ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീലാൻസ് ചെയ്യാം, ഹെൽത്തിൽ ഉപയോഗിക്കാം, എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നു. പക്ഷെ അതിനെ പറ്റിയ ടൂളുകൾ ഏതൊക്കെയാണെന്ന് അതിനോട് തന്നെ ചോദിച്ചപ്പോൾ അത് ഞാനിത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതായത് വേഡിലെ ആ പ്ലഗിനോട് തന്നെ ചോദിച്ചപ്പോൾ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിന് വന്നിരിക്കുന്ന ടൂളുകൾ ഏതൊക്കെയാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. പിന്നെ അങ്ങനെയുള്ള അത് തന്നെ പിന്നെ ഡെവലപ്പ് ചെയ്ത് തന്നു, അതായത് ക്രിയേറ്റ് ചെയ്ത് തന്നതാണ്. പ്ലഗിൻ സൈസ് ഇത് ഓരോ ടൂളുകളാണ്. ഷോപ്പ് ഉപയോഗിക്കും, കണ്ടന്റ് ക്രിയേഷന് GPT-4, ഡാലി, ജാസ്പർ നമ്മൾ പറയാത്തൊരു, പിന്നെ ഡേറ്റ സർവീസിന്, ഹെൽത്ത് കെയറിന് സെബ്ര മെഡിക്കൽ എന്ന് പറയുന്ന ഒരു ടൂള്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി കോഴ്സറ, യുഡാസിറ്റി, ഖാൻ അക്കാഡമി. ഇത് 3 സൈറ്റുകളാണ്. ഇങ്ങനെ ഓരോന്നിനുമുള്ള ടൂളും. ഫ്രീലാൻസിംഗ് അപ്പൊന്നും ഫ്രീലാൻസർ എന്നും പറഞ്ഞ് 2 സൈറ്റുകളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം നമ്മള് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇത് പറഞ്ഞോ, അല്ല എന്തെങ്കിലും പറഞ്ഞോ സാറിന്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? പറയാൻ ശ്രമിക്കണ്ടോ തോന്നുന്നു. ആരാണ്? ഇതൊരു മൈക്രോ ജോബ് സൈറ്റ് ആണ്. നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. സൈറ്റിന്റെ പേര് അപ്പ് വർക്ക് എന്നാണ്. നമുക്കിപ്പോ വീട്ടിലിരുന്ന് തന്നെയാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ
ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഇതിനകത്തുണ്ട്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ കുറെ സമയം. കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് ഈ സ്റ്റെപ്പ് പോലെ തന്നെ. ഓക്കെ, സമയം വേസ്റ്റ് ആക്കുന്നില്ല. അപ്വർക്ക് എന്നാണ് സൈറ്റിന്റെ പേര്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീലാൻസർ, പിന്നെ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നത്. ഫ്രീലാൻസർ എന്നാണ് സൈറ്റിന്റെ പേര്. ടൈമൊക്കെ ജോലി നോക്കുക താല്പര്യമുള്ളവർക്ക് പറ്റും. രണ്ട് മൈക്രോ ജോബ് സൈറ്റുകളാണ്. ഫ്രീലാൻസർ എന്നാണ്. അതേപടി തന്നെ.
നമുക്ക് തന്നെ ലിങ്ക് ചെയ്യാനൊക്കെ പോട്ടെ, അത് പിന്നെ ചെയ്യാം. സൈറ്റിന്റെ പേര് ഫ്രീലാൻസർ എന്നാണ്. ഇത് തന്നെ അപ്വർക്ക്, അല്ലെങ്കിൽ ഒരുപാട് മൈക്രോ സൈറ്റുകളുണ്ട്. അത് കോൺട്രാക്ട് വർക്കിൽ ഫ്രീലാൻസിങ്ങിന് പറ്റിയ ടൂളുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പണമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടപ്പുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഏഞ്ചൽ ലിസ്റ്റ് എന്ന് അതുപോലെ തന്നെ കൺജുവേസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് എന്താ പറയാ, വേഡിൽ ആ പ്ലഗിൻ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്റെ എഫേർട്ട് അല്ല, അപ്പൊ അങ്ങനെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ എക്സലില് ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെ നമുക്ക് ഫോർമുല വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലഗിൻസ് ഉണ്ട്. വേറെ ഒന്ന് രണ്ട് ടൂളുകൾ നമുക്ക് നോക്കാം. നേരിട്ട് ഒരു നോട്ട് പോലെ ഇട്ട് വരാം. ഈ കാണുന്നതൊക്കെ നമുക്ക് എഐയില് എക്സലിൽ എഐ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ടൂളുകളാണ്. ആസ്വൈസ് എഐ ഷീറ്റ് പ്ലസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പ്രോംപ്റ്റ് ലൂപ്സ് അങ്ങനെ പറഞ്ഞു പറയണ്ട. ഇത് എനിക്ക് കൂടുതലുണ്ട്. നമുക്ക് എക്സലില് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന ടൂളുണ്ട്. ഇതെനിക്ക് ഇന്നലെ കിട്ടിയ ഒരു, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മുടെ എഐ ടൂളുമായിട്ടൊന്നും ബന്ധമില്ല. നമ്മൾ ഫോണ്ട് നമുക്ക് പിന്നെ യൂനസ് സാറ് ഫോണ്ട് ഒരെണ്ണം ഒരു സൈറ്റ് വഴി പഠിപ്പിച്ചു തന്നിരുന്നു അല്ലെ? ഫോൺ മെമ്മെ ക്യാൻവയിൽ നോക്കിയപ്പോൾ ചെയ്തിരുന്നു. ഇത് നമ്മുടെ ലാലേട്ടന്റെ ഫോൺ സ്റ്റൈലിലുള്ള ഒരു സൈറ്റാണ്. ഇന്നലെ കിട്ടിയത് നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് സൈറ്റ് ഒന്ന് ഞാൻ ഇന്നലെ കിട്ടിയൊരു അറിവാണ്. ഇത് നമ്മള് ടൈപ്പ് ചെയ്താണ്. ഇത് ലാലേട്ടന്റെ ഹാൻഡ് റൈറ്റിംഗ് സ്റ്റൈലിലുള്ള ഫോൺ. നമുക്ക് ഈ സൈറ്റ് വഴി ചെന്നിട്ട് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കും. എന്തെങ്കിലും ഇത് ഇവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോണ്ട്, ഇവിടെ ഫ്രീ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഇതിനെ കുറിച്ച് പഠിക്കാൻ യൂട്യൂബില് ലിങ്ക് ഉണ്ട്, മലയാളം ഫോൺ. ഇത് ഇറങ്ങിയിട്ട് കുറെ നാളായി. ഞാൻ പക്ഷേ ഇന്നലെയാണ് എനിക്ക് കിട്ടിയത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് ഈ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് മലയാളം ടൈപ്പിങ്ങിന്
ഉപയോഗിക്കാവുന്ന ഇതാണ്. അതൊക്കെ നമ്മൾ നോക്കിയ കഴിഞ്ഞ ദിവസം നോക്കിയതൊക്കെ തന്നെയാണ്. ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കും. 3 പേരാണ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കണേ പ്രൊഫസറെ, സ്ക്രീൻഷോട്ട് എടുത്തേ. നാളെ അറ്റൻഡൻസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കണമെന്ന് പറയാം. ഞാൻ നേരത്തെ എടുത്തിരുന്നു, കുറച്ചാള് കൂടിയുണ്ട്. അപ്പൊ 13 പേരുണ്ട്. എടുത്തേക്കണേ. അവിടെ 1-2 പേര് ബാക്കിയുള്ളൊരു പ്രിൻസിപ്പൾ ഇല്ലാത്തതിന്റെ കൊണ്ടാണ് കയറാത്തതെന്ന് തോന്നുന്നു. പിന്നെ ഡെയിലി എന്റെ ക്ലാസ് തന്നെ ആകുമ്പോൾ അതും വിഷയമാണ്. നാളത്തെ കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നീട് എപ്പോഴെങ്കിലും ഈവനിങ് ടൈമിൽ 1-2 പേര് ചോദിച്ചിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ആലോചിക്കാം. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാണ്ട് എന്തെങ്കിലും, കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു പ്രോസസ്സാണ്. അപ്പൊ നിങ്ങളുടെ അറിവ്, ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യൂനുസ് സാർ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ മിറാസിൽ മാമിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് നമുക്ക് അറിവുകൾ ലഭിച്ചു. അപ്പൊ അതുപോലെ തന്നെ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പുതിയത് പഠിച്ചു. ഈ പ്ലഗിന്റെ ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്ത ഒരു സംഭവമാണ്. അത് ഇന്നലെ യൂനുസ് സാർ പറഞ്ഞപ്പോഴാണ് അത് നോക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ പറയുന്നത് VPN അതല്ലേ, അതോ ഇതാണ് പ്ലഗിൻ എന്ന് പറയുന്നത്? പ്ലഗിൻ എന്ന് പറഞ്ഞാൽ അതല്ല. നമുക്കിപ്പോ ഈ കണ്ടില്ല, അതായത് നമ്മൾ വേർഡില് അതിനെ പ്ലഗിൻ എന്ന് തന്നെയാണ് പറയുന്നതെന്നാണ് എന്റെ ഒരു അറിവ്. ഈ ആഡം കണ്ടില്ലേ നമ്മളത്, ഇത് മാത്രമല്ല കണ്ടില്ലേ ഓട്ടോ പൈലറ്റ്, ഇത് ഫ്രീ എന്നൊക്കെ പറയും. പക്ഷെ നോക്കുമ്പോ ഇതാണ് ഞാൻ വേറൊരു സൈറ്റ് പറഞ്ഞു, ഗോസ്റ്റ് റൈറ്റ്. അത് കൂടാണ്ടൊന്നും ഉണ്ട്, പക്ഷെ ഇതിനകത്ത് ഇത് കാണുന്നില്ല. ഞാനത് വേദില് ഞാനത് പറഞ്ഞു. സ്പെൽ ബുക്ക് എന്ന് പറയും. അത് ഇതിനകത്ത് കാണേണ്ടതാണ്, ഈ ഇതിന്റെ കൂട്ടത്തിൽ കാണേണ്ടതാണ്. പക്ഷെ കാണുന്നില്ല. അതില് സ്പെൽ ബുക്ക് പറയുന്ന സ്പെല്ലിങ് ചെക്ക് ചെയ്യാനുള്ളതാണോ? അല്ല, നമുക്ക് ഈ പറഞ്ഞ എന്താ പറയാ, ആ ഡോക്യുമെന്റ്സിന് നമുക്ക് സമ്മറൈസ് ചെയ്യുകയോ ഉപയോഗിച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലാക്കാൻ പറ്റുന്ന ഒരു പിന്നെ പ്ലഗിൻ തന്നെയാണ്. പക്ഷെ ഇതിലത് കാണുന്നില്ല. പലതും ഫ്രീ എന്ന് കാണിക്കുന്നുണ്ട്. സാറാസ് ഡോക്യുമെന്റ് റൈറ്റിംഗ് ആണ്, PDF അങ്ങനെ പലത് കാണിക്കും. പക്ഷെ ഫ്രീ ആയിട്ടുള്ളതൊന്നും ഇതാണ് ഞാനിപ്പോ നോക്കിയിട്ട് ആ 1-2 ടോപ്പിക് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അത് 2-3 ആയപ്പോ എന്റെ ഓപ്ഷൻ കഴിഞ്ഞു. പിന്നെ $26 കൊടുക്കണമെന്ന് പറയും. അതുപോലെ തന്നെ എക്സലിനും ഉണ്ട് കണ്ടില്ലേ, സ്പ്രെഡ്ഷീറ്റ് GPT ഫോർ എക്സൽ, അതിലും ഓട്ടോ പൈലറ്റ് ഉണ്ട്. ഫോർമുല വോട്ട്, സാറേ ഇത് എക്സലിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വരണല്ലേ? അതെ 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 അതെ, ഇത് തന്നെ ആവണം പ്ലഗിൻ എന്നാണ് എന്റെ ഒരു ധാരണ. അതായത് പ്ലഗിൻ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുവാണോ ചെയ്യുന്നത്? ഞാൻ ഇന്നലെ പകുതിന്ന് കയറിയോണ്ട് കേട്ടില്ല പല കാര്യം. ചെയ്തിരിക്കുന്നു. ഓക്കെ,
പുതിയ വേർഷനിലും ഉണ്ടാവുള്ളൂ. അത് ന്യൂമറസ് എ നമ്മൾ നോക്കിയതായിരുന്നു. അത് ഞാൻ പറഞ്ഞ ന്യൂമറസ് എ അത് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ എന്തോ കോപ്പൈലറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറയുന്നു പറഞ്ഞു പറയാം. കേട്ടിട്ടുണ്ട്. ഇതിനകത്തുണ്ട് കോപ്പൈലറ്റ്. ആ ആ ആ ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. മൈക്രോസോഫ്റ്റ് ലേറ്റസ്റ്റ് വേർഷനിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നണം അല്ലേ? അതെ ഉണ്ടായിരിക്കും വിചാരിക്കുന്നു. ആയിരിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. സാറ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, കുറെ ഇങ്ങനെ ആഡ്സ് കണ്ടിട്ടുണ്ട്. കുറെ ഹിന്ദിക്കാരുടെ 99 രൂപയ്ക്ക് നിങ്ങൾക്ക് എക്സൽ ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് പിന്നെ മറ്റേ പരസ്യം വരുന്നതല്ലേ അത്. അതപ്പൊ അപ്പൊ എനിക്ക് ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു എങ്ങനെയാന്നുള്ളത്. എക്സൽ എനിക്കൊരു തലവേദനയാണ് എപ്പോഴും. അതല്ല, അത് ആദ്യത്തെ ഒരു കുറച്ചു നേരെ പറയുള്ളൂ, ബാക്കി പിന്നെ അവര് ചേർക്കാനുള്ള പരിപാടി മാത്രമാണ്. ആണല്ലേ? അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് അറ്റൻഡ് ചെയ്തപ്പോ കോപ്പൈലറ്റ് വെച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അത് നല്ലതാന്ന് പറഞ്ഞു. അതെന്തോ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തോ പേയ്മെന്റും സർട്ടിഫിക്കറ്റും ഉള്ള കോഴ്സായിരുന്നു. ഈ ഒരു ഇത് കൊടുത്തിട്ട് ഇതിന്റെ സമ്മൊക്കെ ചോദിച്ചു നോക്കാന്ന് വിചാരിച്ചപ്പോ ഇതിന്റെ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാണ്. അതായത് ഇത് നമുക്ക് ഓട്ടോ സമ്മോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ജിമെയിലിന്റെ കാര്യം പറഞ്ഞ പോലെ. പക്ഷെ വേഡിൽ നോക്കിയിട്ട് നടന്നില്ല. കാരണം നമ്മൾ ഓപ്പൺ ചെയ്ത് തോന്നുന്നു. കാരണം മിസ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. കാരണം ഫോർമുല, കാരണം എനിക്ക് എക്സലിൽ എനിക്ക് അത്ര ഇതില്ല. പക്ഷെ എനിക്ക് എന്റെ വർക്ക് മുഴുവൻ എക്സലിൽ ചെയ്യാനാണ് തരാറ്. അപ്പൊ ഭയങ്കര പാടാ. ഇപ്പൊ ഒക്കെ ആയി തുടങ്ങി ഞാൻ എക്സലില്. പക്ഷെ കുറെ ഫോർമുലാസ് ഉണ്ടല്ലോ, നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സാധനമാണല്ലോ എക്സല്. അപ്പൊ ഇങ്ങനെ പറയും, ആ ഫോർമുലാസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് ത്രൂ നമുക്ക് കിട്ടും എന്നൊക്കെ ആ മിസ് ഇങ്ങനെ പറഞ്ഞു. ആ മിസ് കുറച്ച് എക്സലിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് കാണിക്കുന്നത്. പക്ഷെ വേഡിൽ നോക്കിയിട്ട് നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ്സിനെ നമുക്ക് സമ്മറൈസ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. പക്ഷെ അതിൽ ആൻസർ കിട്ടുന്നു. ചിലപ്പോ ഞാൻ ചെയ്തതിന്റെ കുഴപ്പമാണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന എക്സൽ ഇതിപ്പോ ഞാൻ ഇന്നലെ ക്രിയേറ്റ് ചെയ്തതാണ്. എന്നിട്ട് അതില് ഓട്ടോസം ചെയ്യാൻ നോക്കിയപ്പോൾ അതിന്റെ ഇത് ടൈം ലിമിറ്റ് കഴിഞ്ഞതുകൊണ്ട് നടന്നില്ല. എന്തായാലും നിങ്ങളും കൂടെ നോക്കിക്കോളൂ. ന്യൂമറസ് അല്ലേ? ഞാനൊന്ന് ട്രൈ ചെയ്യാം എന്തായാലും. നോക്കിക്കോളൂ. നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഫയൽ നമുക്ക് നമ്മൾ പറയുന്ന രീതിയിൽ കിട്ടണം. അല്ലാതെ ക്വസ്റ്റ്യൻ കൊടുത്ത ആൻസർ കിട്ടാനാണെങ്കിൽ നമുക്ക് ChatGPT-യും മറ്റും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? പറഞ്ഞു.